ഡേഞ്ചർ കോയിൻ ടാസ്ക് കഴിഞ്ഞ സമയത്ത് അവിടെ മുടിയൻ കിടന്നിട്ട് ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടത്, അവിടെ നിങ്ങൾക്ക് പിടിച്ചു വെച്ചിട്ട് ഒട്ടിക്കാനുള്ള അധികാരമുണ്ട്, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വിടണമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് മര്യാദയുള്ള ഗെയിമാണോ, ഇങ്ങനെയല്ല ഗെയിം കളിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുടിയൻ അവിടെ ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ടായിരുന്നു ഋഷി. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഋഷി അവിടെ കുറ്റം പറയുന്നത് മുഴുവൻ ക്യാപ്റ്റനെയാണ്, അതായത് ശ്രീധുവിനെ. ക്യാപ്റ്റൻ ശരിക്ക് ഗെയിം നിയന്ത്രിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പലതവണ അവിടെ ഋഷി എടുത്ത് പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ സായി ആണെങ്കിലും സിജോ ആണെന്നുണ്ടെങ്കിലും പറയുന്നുണ്ടായിരുന്നു അതിലെന്താണ് അവിടെ ക്യാപ്റ്റന് പറ്റിയ തെറ്റ്, ക്യാപ്റ്റൻ അറിയില്ലല്ലോ, അവിടെ ഗെയിം നിയന്ത്രിക്കാൻ പറഞ്ഞു, അവിടെ ഗെയിം നിയന്ത്രിച്ചു, ഇങ്ങനെ പിടിച്ചു വെക്കാൻ പാടോ ഇല്ലയോ എന്നുള്ളത് അവിടെ ശ്രീധു ഓൾറെഡി ചോദിച്ച കാര്യമാണ്. പക്ഷേ അവിടെ ബിഗ് ബോസ് അതിന് റിപ്ലൈ കൊടുത്തില്ല. പിന്നെ അവിടെ എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് അവിടെ ചോദിച്ച സമയത്ത് ഋഷി പറയുന്നുണ്ടായിരുന്നു പിന്നെ അവസാനം ക്യാപ്റ്റൻ അവിടെ തീരുമാനം എടുത്തല്ലോ, പിടിച്ചു നിന്ന് ഒട്ടിക്കാം, അത് കഴിഞ്ഞ് അപ്പം തന്നെ വിടണമെന്ന്, അത് മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ എന്നാണ് അവിടെ ഋഷി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഋഷി ചോദിക്കുന്നതിന്റെ മീനിങ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബിഗ് ബോസ് ഒരു ഗെയിം കൊടുത്തു, ഗെയിം നിയന്ത്രിക്കുക, ഇവരിങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അവിടെ ശ്രീധു പ്രതീക്ഷിക്കുന്നില്ല. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ അങ്ങനെ ചെയ്ത സമയത്ത് ശ്രീധു പോയിട്ട് ക്യാപ്റ്റനായിട്ടുള്ള ശ്രീധു പോയിട്ട് ക്യാമറയുടെ മുന്നിൽ നിന്ന് ബിഗ് ബോസിനോട് പലതവണ ചോദിക്കുന്നുണ്ട്. പക്ഷേ ബിഗ് ബോസ് അവിടെ ഒരു ഉത്തരം കൊടുക്കുന്നില്ല. കാരണം ബിഗ് ബോസിന് വേണ്ടത് അവിടെ ഏത് തരത്തിലുള്ള ഗെയിമുമാണ്. ആ സമയത്ത് ശ്രീധുവിന് അവിടെ മറുപടി കിട്ടുന്നില്ല. സെക്കൻഡ് ഗെയിമിലും നിങ്ങളത് ആവർത്തിച്ചു എന്ന് വന്ന സമയത്ത് അവിടെ വീണ്ടും പോയി ശ്രീധു പറയുന്നുണ്ട് ഈ ഗെയിം ശരിയല്ല, ഇത് ക്യാൻസൽ ചെയ്യണം, ഇത് ഓക്കെ അല്ല, ഇനി ഞാനായിട്ട് ഒരു റൂള് കൊണ്ടുവരട്ടെ, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴും അവിടെ റിപ്ലൈ കൊടുക്കുന്നില്ല ബിഗ് ബോസ്. അവിടെ ശ്രീധു എന്ന ക്യാപ്റ്റനെ നിങ്ങൾ ഇങ്ങനെ കളിച്ചേ പറ്റുമെന്ന് തുടക്കത്തിൽ പറയാനായിട്ട് സാധിക്കില്ലായിരുന്നു. നിങ്ങൾ ഇങ്ങനെയാണ് കളിക്കാൻ പോകുന്നതെന്ന് ശ്രീധുവിന് അറിയില്ല. ഫസ്റ്റ് 2 റൗണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് ശ്രീധുവിനെ മനസ്സിലായത് ഇനി അതൊരു രക്ഷയില്ല എന്ന്. അപ്പൊ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഞാൻ തന്നെ ഒരു റൂള് കൊണ്ടുവരട്ടെ എന്ന് ബിഗ് ബോസിനോട് ചോദിച്ച സമയത്ത് പോലും ബിഗ് ബോസ് അവിടെ റിപ്ലൈ കൊടുത്തില്ല. എന്നിട്ടും അവിടെ 3ാമത്തെ റൗണ്ട് വന്ന സമയത്ത് അവിടെ കൃത്യമായ ഒരു റൂള് ശ്രീധു അവിടെ ഉണ്ടാക്കി. എന്നിട്ട് അത് പറഞ്ഞപ്പോൾ ബിഗ് ബോസ് തന്നെ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു ക്യാപ്റ്റനെ എങ്ങനെ വേണമെങ്കിൽ റൂൾ ഉണ്ടാക്കാം എന്നുള്ള കാര്യം. അപ്പൊ അവിടെ ശ്രീധുവിന്റെ ഭാഗത്ത് അവിടെ തെറ്റുണ്ടെന്ന് അവിടെ ഋഷി പറയുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പ് തോന്നിയില്ല. ഋഷി ഫുൾ ടൈം ബ്ലെയിം ചെയ്യുന്നുണ്ടായിരുന്നു ശ്രീധുവിനെ. ക്യാപ്റ്റനായാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്, ക്യാപ്റ്റൻ ആദ്യമേ തന്നെ നിയന്ത്രിക്കാമായിരുന്നു, ക്യാപ്റ്റൻ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ വരില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ശ്രീധുവിനെ കുറ്റപ്പെടുത്തുന്നതായിട്ട് എനിക്ക് തോന്നി. ശ്രീധു എന്ന ക്യാപ്റ്റൻ അവിടെ ശരിക്കും നിരപരാധിയായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഋഷിക്ക് അത്രയും പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ ഋഷി അവിടെ നന്നായി ചൂടാവേണ്ടതും വഴക്കിടേണ്ടതും ജിൻഡോയുടെ അടുത്തും ഗബ്രിയുടെ അടുത്തും ഒക്കെ ആയിരുന്നു. അവരെല്ലാം ആയിരുന്നല്ലോ ഇതെല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയത്. അവിടെ ആ സമയത്ത് അവിടെ ഗബ്രിയുടെ അടുത്ത് ചൂടാവുന്നില്ല. ഗബ്രി പിന്നെ സ്വന്തം ടീമിൽ അംഗമായതുകൊണ്ട് ഗബ്രിക്കും അതേ നിലയിലാണ് വന്നത് എന്നുള്ളതുകൊണ്ട് ഗബ്രിയുടെ അടുത്ത് ചൂടാവുന്നില്ല എന്ന് വിചാരിക്കാം. അവിടെ ജിൻഡോയുടെ അടുത്ത് ചൂടാവുമായിരുന്നല്ലോ, ജിൻഡോന്റെ അടുത്ത് വഴക്കിടാമായിരുന്നല്ലോ. പക്ഷെ എന്തുകൊണ്ട് ഋഷി ചെയ്തില്ല? ജിൻഡോ ഋഷിയുടെ അടുത്തും വഴക്കിന് വന്നില്ല, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വഴക്കിനും വന്നില്ല. അപ്പൊ പിന്നെ എന്താണ് അവിടെ അർത്ഥമുള്ളത്? ഋഷിക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ അവിടെ ജിൻഡോന്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാനും ജിൻഡോനെ നിലയ്ക്ക് നിർത്താനും അല്ലെങ്കിൽ ജിൻഡോന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി നല്ലൊരു ഫ്രണ്ട്സ് അല്ല അവർ തമ്മിൽ, എങ്കിൽ പിന്നെ വഴക്കിടാനും ഒക്കെ ശ്രമിക്കണമായിരുന്നു. പക്ഷേ ഋഷി അവിടെ ജിൻഡോന്റെ അടുത്ത് ഒന്നും പറയാനുമില്ല, വഴക്കിടാനുമില്ല, ഇവിടെ ഇങ്ങനെ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഋഷിക്ക് ജിൻഡോന്റെ അടുത്തുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ മുഖത്ത് നോക്കി വഴക്കിടാനായിട്ട് കഴിയാത്തത്. പക്ഷേ ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ ബ്ലെയിം ചെയ്തുകൊണ്ട് മറ്റൊരാളെ പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. അത് അവിടെ ഋഷിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു തെറ്റാണ്.